Hey guys, welcome back to my channel. So as you have read from the title, നമ്മളിപ്പോൾ ട്രിവാൻഡ്രം ആണ്. അങ്ങനെ പ്രത്യേകിച്ച് അജണ്ട ഒന്നുമില്ല. എനിക്ക് കുറച്ച് കാലമായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു ട്രിവാൻഡ്രം ചുമ്മാ ഒരു 2 ദിവസം വന്ന് ചുമ്മാ കറങ്ങണം അങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനെ ഞാൻ അമ്മയും കൂടി വരാൻ പ്ലാൻ ചെയ്തു. നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. അതൊരു ഓടിച്ചാടി നടന്ന് നമ്മുടെ ഗ്രാനിക്ക് ആ സമയമായിപ്പോൾ വയ്യാണ്ടായി. അപ്പോൾ നമ്മൾ ആകെ സാഡായിപ്പോയി. നമ്മൾ സ്ട്രെസ്ഡായി, എന്ത് ചെയ്യണം, ക്യാൻസലാക്കണോ? അപ്പോഴേക്കും അമ്മച്ചി ഉഷാറായി. അപ്പോൾ നമ്മൾ വെച്ചു ഓക്കെ പോവാം. അങ്ങനെ നമ്മൾ വന്നു. പക്ഷെ എന്നാലും നമ്മൾ പ്ലാൻ ചെയ്തപ്പോൾ ഉണ്ടായിരുന്നൊരു എക്സൈറ്റ്മെൻറ്റും ആ ഒരു സന്തോഷം നമുക്ക് കിട്ടുന്നില്ല. നമ്മൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്ട്രെസ്ഡും ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു മൂഡ് ഔട്ട് ഫേസ് ആയിരുന്നു. പക്ഷെ എനിക്കത് നടത്തിയെടുക്കണം എന്നുണ്ടായിരുന്നു. കാരണം ജസ്റ്റ് 2 days ആണ്. ഇപ്പോൾ ബാക്കി 5 ദിവസം ഞാൻ ജോലി ചെയ്യുവാണ്. അമ്മയാണെങ്കിൽ എന്നും അമ്മയെ നോക്കുവാണ്. അപ്പോൾ എനിക്ക് 2 ദിവസം നമുക്ക് രാത്രി നിന്ന് മാറി ഇന്ന് അമ്മയ്ക്ക് ഇച്ചിരി ഒരു വിശ്രമം അങ്ങനെയൊക്കെ കിട്ടണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ നടത്തിയെടുത്തു. അങ്ങനെ നമ്മൾ ഇന്നലെ ശനിയാഴ്ച December 19 or 20 ഓക്കെ നമ്മൾ ഒരു പുലർച്ചെ 1:18 തൃശ്ശൂരിൽ നിന്ന് ആയിരുന്നു ട്രെയിൻ എത്തിയപ്പോൾ ഒരു 2 മണിയൊക്കെ ആയിരുന്നു. ഞാൻ അമ്മിച്ചിരി നേരത്തെ റെയിൽവേ സ്റ്റേഷനിൽ പോയി ഇരുന്നു. അപ്പോഴായിരുന്നു എനിക്കൊരു റിയലൈസേഷൻ ഉണ്ടായി. ലൈക്ക് ചെറുപ്പം തൊട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ലൈക്ക് ഞാൻ വലുതായിട്ടൊരു ജോലിയൊക്കെ മേടിച്ചിട്ട് ഒരു സെക്കൻഡ് കേട്ടോ ജോലിയൊക്കെ മേടിച്ചിട്ട് എനിക്ക് ഇങ്ങനെ പപ്പേനെ അമ്മേനെയൊക്കെ കുറേ യാത്ര കൊണ്ടുപോകണം അങ്ങനെ ഇങ്ങനെയൊക്കെ. ഇപ്പോൾ എനിക്ക് എത്ര 27 വയസ്സായി. എൻ്റെ അമ്മയ്ക്കിപ്പോൾ 57 വയസ്സായി. ഇപ്പോൾ ഐ ക്യാൻ ഡു ഇറ്റ് ഓക്കെ. പക്ഷേ ട്രെയിൻ കയറുമ്പോഴും അങ്ങനെയൊക്കെ അപ്പോൾ ആ സമയത്താണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ അമ്മയ്ക്ക് പണ്ടുണ്ടായിരുന്ന ഒരു ഒടിച്ചാടി നടക്കുന്ന ഒരു അമ്മ മാറി തുടങ്ങി. അതായത് അവർക്ക് ഏജ് ആയി തുടങ്ങി, അതിൻ്റെ ബുദ്ധിമുട്ടുകൾ വന്നു തുടങ്ങി. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമായി തുടങ്ങി. അതായത് അവർ ചെറുപ്പം തൊട്ട് അവർ എന്താ പറയുക മക്കളെ നോക്കി അവരുടെ കാര്യങ്ങൾ നോക്കി, അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഗ്രാനിയുടെ കാര്യങ്ങൾ നോക്കി നടക്കുന്നു. അതൊക്കെ കഴിഞ്ഞ് ഇവർ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഇവർ എക്സ്പ്ലോർ ചെയ്യാനോ നോക്കുകയാണെങ്കിൽ ആ ഒരു പ്രായം അവർക്കില്ല. അപ്പോഴും കഴിയും, പ്രായം നല്ലൊരു പ്രായം അവരുടെ പോവാണ്. അപ്പോൾ എനിക്കതിന് ഭയങ്കരമായിട്ട് ഇങ്ങനെ സങ്കടമൊക്കെ വരുമായിരുന്നു എന്തോ. അപ്പം ഞാൻ ചിന്തിക്കുമായിരുന്നു, അതായത് റെസ്പെക്റ്റീവ് ഓഫ് വാട്ട് ഈ ടൈമാണ് എങ്ങനെയെങ്കിലുമൊക്കെ ഇതൊക്കെ ഞാൻ നടത്തിയെടുക്കും, എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ കൊണ്ടുപോകും ഇപ്പം എന്നെ അങ്ങനെയൊക്കെ എത്തിക്കും ഓക്കെ. നമ്മൾ ഇന്നലെ രാവിലെ ഒരു 7:15 ഒക്കെ ആയപ്പോൾ സെൻട്രൽ ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷൻ എത്തി. അത് നമ്മൾ കുറച്ച് നേരം അവിടേക്ക് ഇരുന്ന് അവിടെ നിന്ന് ഒരു 500 മീറ്റർ നടക്കാവുന്നുള്ളൂ ഹോട്ടൽ ആലിയാസ്. അവിടെ പോയി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മളവിടെ നിന്ന് ഓട്ടോ എടുത്ത് നമ്മൾ സ്റ്റേ ചെയ്യുന്ന പ്ലേസിലേക്ക് വന്നു. നമ്മളിവിടെ ഒരു ചാലക്കുഴി മെഡിക്കൽ കോളേജ് ആ ഭാഗത്തിൻ്റെ അവിടത്തേക്ക് നമ്മൾ സ്റ്റേ എടുത്തേക്കുന്നു. അവിടെ വന്ന് നമ്മൾ ചെക്ക് ഇൻ ചെയ്ത് റെസ്റ്റ് ചെയ്ത് നമുക്കതിന് പ്രത്യേകിച്ച് ഒരു പ്ലാൻ ഒന്നുമില്ല. നമ്മൾ ഇച്ചിരി വിശ്രമം നമ്മൾ കുറച്ച് നേരം റൂമിൽ കിടന്ന് ഒരു മാളിൽ പോയിട്ടോ. അവിടെ പോയി നമ്മളിങ്ങനെ കുറച്ച് നേരമൊക്കെ ഷോപ്പ് ചെയ്ത് അങ്ങനെ നടന്നു. അമ്മ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ അവിടെ ഉണ്ടെങ്കിലും മനസ്സുകൊണ്ട് നമ്മൾ വീട്ടിലായിരുന്നു. ബട്ട് സ്റ്റിൽ കുറച്ചൊക്കെ ആൾ ഹാപ്പി ആയിരുന്നു. പിന്നെ അവിടെ പോയി നമ്മൾ ചായ കാപ്പിയൊക്കെ കുടിച്ചു, കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. അപ്പോൾ ഞാൻ ആദ്യം അവിടെ നിന്ന് മേടിച്ച സാധനങ്ങളൊക്കെ കാണിച്ചു തരാം. ആദ്യം നമ്മൾ പോയത് ഒരു സെലിബ്രേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിലാണ്. അവിടെ നിന്ന് നമ്മൾ ചുരിദാർ മെറ്റീരിയൽസ് മേടിച്ചത്. എനിക്കും പിന്നെ ചേച്ചിക്കും ഒരെണ്ണം മേടിച്ചത്. ഇത് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആട്ടോ. ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല. ഇത് ടോപ്പ്, ഷോൾ ഭയങ്കര ഒരു ഹെവി വർക്ക് ഷോളായിട്ട് വരും. ഇത് ചേച്ചിക്ക് മേടിച്ചു. പിന്നെ ഇത് എനിക്കൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു, സ്റ്റിച്ച് ചെയ്ത് കിട്ടുമായിരിക്കും അതിനിടാന്നുള്ള രീതിയിൽ ഇത് നമ്മൾ സെലിബ്രേറ്റ് എന്ന് മേടിച്ചു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും വെറുതെ ഓരോ കടകളൊക്കെ കയറി ഇറങ്ങി. പിന്നെ നമ്മൾ അപ്പയ്ക്ക് പീറ്റർ മേടിക്കുന്ന ഒരു ഷർട്ട് മേടിച്ചു. ഈ മോഡൽ അപ്പയ്ക്ക് എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും. കാരണം പപ്പയ്ക്ക് അവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാ മോഡലും ഉണ്ട്.
ബട്ട് സ്റ്റിൽ വി ഗോട്ട് ദിസ് വൺ ഫോർ ഹിം. ഇതൊരു ചെക്ക് ഷർട്ട്, നല്ലതായിട്ട് രസമുണ്ട് കാണാൻ. പിന്നെ ചുമ്മാ നമ്മൾ വിൻ്റർ സോക്സ് മേടിച്ചു. ഇത് അപ്പോഴേക്ക് ഇത് ഭയങ്കര സോഫ്റ്റ് തൊടാൻ. ഇത് പാൻറ്റലൂൺസിൽ നിന്ന്, ഇതും നമ്മൾ പാൻറ്റലൂൺസിൽ നിന്ന് മേടിച്ചു. പിന്നെ ബാക്ക് ആൻഡ് ബോഡിയിൽ നല്ല ഓഫേഴ്സൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് പ്രത്യേകിച്ച് അവിടെ നിന്ന് വേണ്ടതായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ചുമ്മാ കാണാം എന്തെങ്കിലും നോക്കാന്നുള്ള രീതിയിൽ കയറി. അപ്പോൾ ഈ ക്ലെൻസിങ് ഹാൻഡ് ജെല്ല് 3 for 299 അങ്ങനെ എന്തോ ഓഫറായിരുന്നു. അപ്പോൾ അത് ചുമ്മാ ഒരു 3 മേടിച്ചു. നമ്മളിങ്ങനെ ചുമ്മാ എല്ലാ ഷോപ്പിലും കയറാം, മേടിക്കാം. ആ ഒരു അജണ്ട ഇല്ല നമുക്ക്. അത് തൃശ്ശൂരില്ലാത്ത കടകളൊക്കെ നമുക്ക് കയറാം. ഇപ്പോൾ ലുലു ഇൻ്റർനാഷണലോ അല്ലെങ്കിൽ ലുലു സെലിബ്രേറ്റ്. പിന്നെ പാൻറ്റലൂൺസ് തൃശ്ശൂരുണ്ട് നമ്മളിപ്പോൾ. പീറ്റർ ഇംഗ്ലണ്ടിൻ്റെ ഒക്കെ കുറഞ്ഞു, ഷോപ്സ് കുറഞ്ഞു തൃശ്ശൂർ പണ്ടത്തേക്കാളും. അപ്പോൾ അങ്ങനെ അവിടെ കിട്ടാത്ത ഇതിലൊക്കെ കയറാൻ നമുക്ക് നോക്കാം. ആ ഒരു പ്ലാനാണ് നമുക്ക് ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഇത് ആദ്യം ഒരു ടീഷർട്ടും ട്രൗസറും മേടിച്ചു. ഇത് ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല. പിന്നെ അയ്യോ തോന്നുന്നു. ഓക്കെ, ഇത് ഞാൻ കിരണിനൊരു ഷർട്ട് മേടിച്ചു. പിന്നെ മിനീസ് കയറി. മിനീസ് ഇപ്പോൾ തൃശ്ശൂരുണ്ട്, ഹൈലൈറ്റ് മാളിലുണ്ട്. പക്ഷേ ഈ പെർഫ്യൂം ഞാൻ അവിടെ കണ്ടില്ലായിരുന്നു തൃശ്ശൂർ. അപ്പോൾ നമ്മൾ കിട്ടുന്നില്ലല്ലോ. ഇത് നല്ലൊരു സ്മെൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്കും അമ്മയ്ക്കും ഒരെണ്ണം മേടിച്ചു. പിന്നെ ഞാൻ ചുമ്മാ സാനിറ്റൈസർ. ഇത് മിനിസം തന്നെ പെർഫ്യൂം ഞാൻ അച്ഛനൊരെണ്ണം മേടിച്ചു. പിന്നെ ഡൈസോ എന്ന് പറഞ്ഞൊരു കട ഞാൻ ചെന്നൈയിൽ ഏതോ മാളിൽ പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. ജപ്പാൻ എന്തോ ഒരു ഷോപ്പാണെന്നുണ്ട്. ചുമ്മാ ഞാൻ ടൂത്ത് ബ്രഷ് അതിൻ്റെ ഇതാണ്, കവറാണ്. ഇത് ഞാൻ ചുമ്മാ നോക്കിയിട്ട് നാട്ടിൽ കിട്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ചെറുന്ന് മേടിക്കാം. ഇന്ന് ഞാൻ എനിക്കൊരു 3 ടോപ്പ് മേടിച്ചു. അത് ഞാൻ ഇട്ട് കാണിച്ചു. ലൈറ്റ് കൊടുത്തിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല. ഇതിൻ്റെ ബാക്കിൽ ഹുക്ക് ഉണ്ട് കേട്ടോ. ഇത് ചുമ്മാ ഒരു നേവി ബ്ലൂ ടോപ്പ്. എനിക്കത് ഇഷ്ടപ്പെട്ടു. ഇതാണ് സെക്കൻഡ് ടോപ്പ്. ഇത് ടൈറ്റ് വെച്ചു. ഇതിൻ്റെ കഴുത്താണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. എനിക്ക് ഇഷ്ടപ്പെട്ടു, ഭയങ്കര കംഫർട്ടബിളാണ്. ഇതാണ് എൻ്റെ ഷോപ്പിംഗ്. അങ്ങനെ ഇന്നലെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ഇവിടുത്തെ ഫേമസ് മാത്യൂസ് കേക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇന്നലെ നമ്മൾ അവിടെ പോയിട്ട് നമുക്ക് കിട്ടിയില്ല. അത്യാവശ്യം എന്തോ പുറത്ത് പോയിക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ റൂമിൽ വന്ന് ചുമ്മാ നമ്മളൊരു ഫ്രൂട്ട്സൊക്കെ മേടിച്ചായിരുന്നു. അതൊക്കെ കഴിച്ച് കേർഡ് റൈസൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ച് വേഗം കിടന്നു തുടങ്ങി. നല്ല ക്ഷീണമായിരുന്നു. ഇന്ന് നമ്മൾ രാവിലെ നേരത്തെ എണീറ്റ് വെട്ടുകാട് ചർച്ചിൽ പോയി. നമ്മൾ പാക്ക് ചെയ്യാൻ പോകണം. എനിക്ക് വേഗം പാക്ക് ചെയ്തിട്ട് നമുക്ക് ചെക്കൗട്ട് ചെയ്യണം. ഇപ്പം തന്നെ 10:40 ആയി തോന്നുന്നു. ഇനി വേഗം പാക്ക് ചെയ്തിട്ട് നമുക്ക് ഇറങ്ങണം. നമുക്കങ്ങനെ വലിയ പ്ലാൻസ് ഇല്ല. നമ്മൾ എത്തനിക് വ്യൂസിൽ ചുമ്മാ പോകാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അടക്കാം. നൈറ്റാണ് നമുക്ക് ട്രെയിൻ.